ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിലെല്ലാം അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തിലും അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റി തന്നെയാണ് അറിയിച്ചിരുന്നത്. അതിലൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ്. وَمِنَ الثَّمَرَاتِ النَّخِيلِ وَالْأَعْنَابِ تَتَّخِذُونَ مِنْهُ سَكَرًا وَرِزْقًا حَسَنًا إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَعْقِلُونَ. ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും പഴങ്ങളിൽ നിന്നും ലഹരി പദാർത്ഥവും ഉത്തമ ആഹാരങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നു. തീർച്ചയായും ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതാനും ചില ഉന്നതമായ കഴിവുകളെ നാം മനസ്സിലാക്കി. ആകാശത്ത് നിന്നും മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ആ മഴ കാരണമായി നിർജീവമായ ഭൂമികളെ അള്ളാഹു ജീവനുള്ളതാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന് മൃഗങ്ങളെ സൃഷ്ടിച്ചു കൊടുത്തത്. ആ മൃഗങ്ങളിലൂടെ അല്ലാഹു തആല മനുഷ്യനിക്ക് പാല് നൽകുന്നു. ആ പാലിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. മൃഗം കഴിക്കുന്ന പുല്ല് അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങൾ അത് ആമാശയത്തിൽ പോവുകയും അത് രക്തവും മാലിന്യവും പാലുമായി മാറുന്നു. മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത രക്തത്തിൻ്റെയും മാലിന്യമായി കാണുന്ന ചാണകത്തിൻ്റെയും ഇടയിലൂടെയാണ് പാലുണ്ടാകുന്നത്. എന്നാൽ പാലാകട്ടെ ഏറ്റവും ശുദ്ധമായ വസ്തുവുമാണ്. ആ പാലിനെ എടുക്കൽ മനുഷ്യർക്ക് അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്തു. ഇത് അല്ലാഹുവിൻ്റെ വലിയ ഖുദ്റത്താണ്. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ നാം ഓതിയ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മറ്റൊരു ഉന്നതമായ ഖുദ്റത്തിനെ അറിയിച്ചിരുകയാണ്. ഈത്തപ്പഴം, അതുപോലെ മുന്തിരി, ഇതെല്ലാം അല്ലാഹു മനുഷ്യന് വേണ്ടി മുളപ്പിച്ച വസ്തുക്കളാണ്. ഇതിലൂടെ മനുഷ്യന് പല രീതിയിലുള്ള പ്രയോജനങ്ങളും അല്ലാഹു ഉണ്ടാക്കി കൊടുത്തു. ഈ വസ്തുക്കളെ ചില ആളുകൾ ലഹരിയായി ഉപയോഗിക്കുന്നു. മറ്റു ചില ആളുകൾ ഈ വസ്തുക്കളെ അവരുടെ ഉപജീവനമായി കാണുന്നു. നല്ല നല്ല ഭക്ഷണങ്ങൾ ഇതിലൂടെ അവരുണ്ടാക്കുന്നു. പല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന വസ്തുക്കൾ ഇതിലൂടെ മനുഷ്യർ ഉണ്ടാക്കുന്നു. ഈത്തപ്പഴത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മുന്തിരിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഒരു ഭാഗത്ത് അത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ലഹരി എന്നുള്ളത് അല്ലാഹു വിലക്കുന്ന കാര്യമാണ്. അത് മനുഷ്യന് ഹാനികരമായ കാര്യവുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹരിയെ പറഞ്ഞതിന് ശേഷം നല്ല ഭക്ഷണങ്ങളും അതുകൊണ്ട് അവർ ഉണ്ടാക്കുന്നുവെന്ന് പറയാനുള്ള കാരണം. നല്ല ഭക്ഷണങ്ങൾ ഈത്തപ്പഴം കൊണ്ടും മുന്തിരി കൊണ്ടും ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞതിലൂടെ ലഹരി മോശമായ വസ്തുവാണെന്ന് അല്ലാഹു അറിയിച്ചിരുകയാണ്. ഈത്തപ്പഴം കൊണ്ടും പല രീതിയിലെ ഇനങ്ങളും മനുഷ്യൻ ഉണ്ടാക്കുന്നു ഭക്ഷണമായിട്ട്. മുന്തിരിയുടെ പല രീതിയിലെ ഇനങ്ങൾ മനുഷ്യർ ഉണ്ടാക്കുന്നു. ഈ ഈത്തപ്പഴവും മുന്തിരിയുമെല്ലാം മനുഷ്യൻ്റെ ഉപയോഗത്തിന് അനുകൂലമാക്കി കൊടുത്തത് അല്ലാഹു തആലയാണ്. ഇവിടെ അറബികളിലാണ് ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും പരിചയമുള്ള രണ്ട് ഫലങ്ങളെ അല്ലാഹു പറഞ്ഞു എന്ന് മാത്രം. ഈത്തപ്പഴവും മുന്തിരിയും അറബികൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇതേപോലെയാണ് ബാക്കി എല്ലാ ഫലങ്ങളെയും മനുഷ്യന് ഉപയോഗിക്കാൻ അനുയോജ്യമായ രീതിയിൽ അല്ലാഹു സൃഷ്ടിക്കുകയുണ്ടായി. ഒരു ഫലം കൊണ്ട് തന്നെ പല രീതിയിലുള്ള വിഭവങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കുന്നു. ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഖുദ്റത്താണ്, അല്ലാഹുവിൻ്റെ കഴിവാണ്. ഈ രീതിയിൽ മനുഷ്യന് അനുകൂലമായ രീതിയിൽ ഫലങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ഒരിക്കലും മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല ഈത്തപ്പഴത്തെയോ മുന്തിരിയെയോ മറ്റ് ഫലങ്ങളെയോ ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് അല്ലാഹുവാണ് ഈ ഫലങ്ങളെ ഉണ്ടാക്കുന്നതും ഈ ഫലങ്ങൾക്ക് രസം നൽകുന്നതും പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഫലങ്ങളെ ആക്കിയതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് എല്ലാ ഫലങ്ങളെയും ഉണ്ടാക്കിയ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഈ ഫലങ്ങളെ ആശ്രയിക്കുന്നതായ, ഈ ഫലങ്ങളെ കഴിക്കുന്നതായ, ഈ ഫലങ്ങളിലോട്ട് ആവശ്യക്കാരായ മറ്റു വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കാതെ ഈ ഫലങ്ങളെ ഉണ്ടാക്കിയ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തേനീച്ചയെ അല്ലാഹു സൃഷ്ടിച്ചുവെന്നും ആ തേനീച്ചയുടെ ജീവിതത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൽ മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന കാര്യവും അറിയിച്ചിരുകയാണ്. وَأَوْحَى رَبُّكَ إِلَى النَّحْلِ أَنِ
واتخذي من الجبال بيوتا ومن الشجر ومما يعرشون. താങ്കളുടെ രക്ഷിതാവ് തേനീച്ചയുടെ മനസ്സിൽ ഇപ്രകാരം ഇട്ടുകൊടുത്തു: മലകളിലും വൃക്ഷങ്ങളിലും ജനങ്ങൾ കെട്ടി ഉയർത്തുന്നവയിലും നീ കൂട് കെട്ടുക. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. ശേഷം എല്ലാ പഴങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക. നിന്റെ നാഥൻ ഒരുക്കിത്തന്ന മാർഗത്തിൽ വിനയത്തോടെ പ്രവേശിക്കുക. അതിൻ്റെ ഉദരത്തിൽ നിന്നും വ്യത്യസ്ത നിറങ്ങളിലുള്ള പാനീയം പുറപ്പെടുന്നു. അതിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. തീർച്ചയായും ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. എല്ലാ ഒരു മൃഗങ്ങൾക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് അവർ സംരക്ഷിക്കപ്പെടേണ്ടത്, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നാം ഏത് ജീവിയെ നോക്കുകയാണെങ്കിലും അതിൻ്റെ ഭക്ഷണം തേടാനുള്ള മാർഗം അതിന് സ്വന്തമായി അറിയാം. അതെവിടെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്നും മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നും ഇതെല്ലാം അതിന് സ്വന്തമായി അറിയാം. എവിടെ നിന്നാണ് ഈ മൃഗങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത്? ഇതെല്ലാം അവർക്ക് അള്ളാഹുവാണ് അറിയിച്ചു കൊടുത്തത്. ഈ കാര്യങ്ങൾ അള്ളാഹുവാണ് ഓരോ മൃഗങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്തത്. അത് പ്രകാരമാണ് ഈ മൃഗങ്ങൾ സ്വന്തമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ മൃഗങ്ങളിലും മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അതിൽ വളരെ കൂടുതൽ ദൃഷ്ടാന്തമുള്ള ഒരു ജീവിയാണ് തേനീച്ച എന്നുള്ളത്. തേനീച്ചയുടെ ജീവിതം എന്നുള്ളത്, അതിൻ്റെ ഭക്ഷണം കണ്ടെത്തുന്ന രീതി, അതിൻ്റെ വീടുണ്ടാക്കുന്ന രീതി, ഇതിലെല്ലാം മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. തേനീച്ചയെ പറ്റി നാം ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ തേനീച്ചയിൽ ഒരു വലിയ തേനീച്ചയുണ്ടാകും. ആ വലിയ തേനീച്ചക്കാണ് റാണി എന്ന് പറയുന്നത്. ആ തേനീച്ചയാണ് ബാക്കിയുള്ള തേനീച്ചകളെ ഭരിക്കുന്നത്. ആ തേനീച്ചയെ ചുറ്റിപ്പറ്റി ധാരാളം തേനീച്ചകൾ ഉണ്ടാവുന്നതാണ്. ഈ റാണി എന്ന് പറയുന്ന തേനീച്ച തന്നെ 3 ആഴ്ച കൂടുമ്പോൾ 6000 മുതൽ 12000 വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ റാണി എന്ന തേനീച്ചയുടെ നിർദ്ദേശപ്രകാരമാണ് ബാക്കി തേനീച്ചകൾ ഓരോ ജോലികളിലായി ഏർപ്പെടുന്നത്. ചില തേനീച്ചകളെ ഈ റാണി എന്ന തേനീച്ച കൂട് സംരക്ഷിക്കാനായി ഏൽപ്പിക്കുന്നു, അവർ ആ ജോലി ചെയ്യുന്നു. മറ്റൊരു കൂട്ടം തേനീച്ചകളെ മുട്ട സംരക്ഷിക്കാനായി ഏൽപ്പിക്കുന്നു, അവർ ആ ഒരു ജോലി ചെയ്യുന്നു. മറ്റു ചില തേനീച്ചകളെ കൂടുണ്ടാക്കാനായി ഏൽപ്പിക്കുന്നു, അവർ ആ ജോലി ചെയ്യുന്നു. മറ്റു ചില തേനീച്ചകളെ പൂക്കളിലോട്ടും പഴങ്ങളിലോട്ടും പോയി സത്ത എടുത്തു കൊണ്ടുവരാനായി ഏൽപ്പിക്കുന്നു, അവർ ആ കർത്തവ്യം ചെയ്യുന്നു. ഇങ്ങനെ ഈ റാണിയായ തേനീച്ചയുടെ നിർദ്ദേശപ്രകാരം ബാക്കി തേനീച്ചകൾ പല രീതിയിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ തേനീച്ചകളിൽ ആരെങ്കിലും ഈ നേതാവായ തേനീച്ചയ്ക്ക് എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉടനെ ആ തേനീച്ചയെ അവർ വധിച്ചു കളയുന്നതുമാണ്. ഈ നിസാരമായ തേനീച്ചകൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആരാണ് അവർക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നത്? ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നത്. ആദ്യമായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്, തേനീച്ചകൾക്ക് കൂടുകൾ ഉണ്ടാക്കാനുള്ള രീതി അത് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ കൂടുകൾ ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ്, ആ കാരണത്താലാണ് അവർ കൂടുകൾ ഉണ്ടാക്കുന്നത്. തേനീച്ചകൾ കൂടുകൾ ഉണ്ടാക്കുന്നത് അവർ പർവ്വതങ്ങളുടെ മുകളിലും ഉയർന്ന സ്ഥലങ്ങളിലും വൃക്ഷങ്ങളുടെ മുകളിലും മനുഷ്യരുണ്ടാക്കിയ ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലുമെല്ലാമാണ്. ഇങ്ങനെ ഉയർന്ന സ്ഥലത്ത് കൂടുണ്ടാക്കണമെന്ന് അവർക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? തേനീച്ചകൾ ശേഖരിക്കുന്ന, അവരുണ്ടാക്കുന്ന, ഉൽപ്പാദിക്കുന്ന തേൻ അതേറെ വിലപിടിപ്പുള്ളതാണ്, അതേറെ ഗുണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തേനീച്ചകൾ ശേഖരിക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന തേൻ, ആ തേനുകൾക്ക് ശുദ്ധമായ വായു ലഭിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന സ്ഥലങ്ങളിൽ കൂടുകൾ ഉണ്ടാക്കാനായി തേനീച്ചകൾക്ക് അറിയിച്ചു കൊടുക്കുകയുണ്ടായി. ഈ തേനീച്ചകൾക്ക് കൂടുകൾ ഉയർന്ന സ്ഥലത്ത്
ആണ് ഉണ്ടാക്കേണ്ടതെന്ന കാര്യം അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തത് അള്ളാഹു ആണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. രണ്ടാമതായി നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തേനീച്ചകളിലൂടെ അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്ന തേനിനെ പറ്റിയാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ പല ഫലങ്ങളിലോട്ടും പല പൂക്കളിലോട്ടും പോകുന്നതും അതിൻ്റെ സത്തകൾ വലിച്ചെടുക്കുന്നതും. അങ്ങനെ ആ സത്തകൾ തേനായി മാറുന്നു. അങ്ങനെ തേനീച്ചകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തേനിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ തേൻ പല നിറങ്ങളിലും പല രുചിയിലുമാണ് ഉള്ളത്. നാം നോക്കുകയാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള തേനുകൾ ലഭ്യമാണ്. ഓരോ തേനീച്ചകളിൽ നിന്നുമുള്ള തേനുകൾക്ക് വ്യത്യസ്തമായ രുചികളുണ്ടാകും. വ്യത്യസ്തമായ നിറത്തിലായിരിക്കും. ചിലത് കട്ടിയുള്ള നിറമായിരിക്കും, ചിലതിന് നിറം കുറച്ച് കട്ടി കുറവായിരിക്കും, ചിലതിന് കടുപ്പമുള്ള മധുരമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ നിറത്തിലും വ്യത്യസ്തമായ രുചിയിലുമുള്ള തേനുകൾ അള്ളാഹു ഈ തേനീച്ചകളിലൂടെ പുറപ്പെടുവിക്കുന്നു. ആ തേനുകൾ അത് തേനീച്ചകളിലൂടെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു പുറപ്പെടുവിപ്പിക്കുക മാത്രമല്ല, അത് മനുഷ്യർക്ക് വലിയ പ്രയോജനമുള്ള കാര്യമാക്കി തീർക്കുകയും ചെയ്തു. ആ തേൻ മനുഷ്യർക്ക് പല രോഗങ്ങളിൽ നിന്നുമുള്ള ശമനമാക്കി അള്ളാഹു നിശ്ചയിച്ചു. ഇന്നും പല രോഗങ്ങൾക്കും ശമനമായി വൈദ്യന്മാരും മറ്റുള്ളവരും തേനിനെ നിർദ്ദേശിക്കുന്നു. പല മരുന്നുകളിലും തേനിനെ ചേർക്കുന്നുണ്ട്. തേൻ വലിയൊരു ഔഷധമാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിസാരമായി കാണുന്ന തേനീച്ചയിലൂടെ മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന രുചിയുള്ള ഔഷധമായ ഒരു വസ്തുവിനെ പുറപ്പെടുവിക്കുന്നു. അതിനെ ഏറ്റവും ശുദ്ധമായ വസ്തുവായി മനുഷ്യൻ ഗണിക്കുകയും ചെയ്യുന്നു. ഈ തേനീച്ചയുടെ ജീവിത ശൈലിയിലും ഈ തേനീച്ച തേൻ ശേഖരിക്കുന്ന വിഷയത്തിലും അത് കൂടുണ്ടാക്കുന്നതിലും അതിൻ്റെ തേൻ പ്രയോജനമാണെന്ന വിഷയത്തിലും എല്ലാം മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ തേനീച്ചകൾക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തതും തേനീച്ചകളെ കൊണ്ട് ഈ പണികളെല്ലാം എടുപ്പിക്കുന്നതും ഈ തേനീച്ചകളിലൂടെ ഇങ്ങനെ ശുദ്ധമായ ഔഷധമായ വസ്തുക്കൾ മനുഷ്യന് നൽകിയതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇങ്ങനെ ഓരോ മൃഗങ്ങൾക്കും അതിനുവേണ്ട കാര്യങ്ങളും അതിനുവേണ്ട നിർദ്ദേശങ്ങളും നൽകിയ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഒരിക്കലും ഈ തേനീച്ച സ്വന്തമായി അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവർക്ക് അള്ളാഹുവാണ് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന നിർദ്ദേശം നൽകിയത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.